ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ശരിക്കും ഭയാനകമായ ഒരു വിഷയത്തിലൂടെയാണ്. ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ട്രൂ സ്റ്റോറിയാണിത്. ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് ഇത് വെറും കെട്ടിച്ചമച്ച കഥയാണെന്നാണ്. എന്നാൽ ഒരു കാര്യം വളരെ രസകരമാണ്. മിക്ക പ്രേതകഥകളെയും പോലെയല്ല ഇത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം ഈ സ്ഥലം പഠിച്ചു. 10 വർഷക്കാലം മികച്ച ഗവേഷകരും വിദഗ്ധരും ഈ ഒരു സ്ഥലത്ത് ചിലവഴിച്ചു. അവിടെ നടക്കുന്ന വിചിത്ര സംഭവങ്ങളെക്കുറിച്ച് അവർ രാവും പകലും പഠിച്ചു. അവർ കണ്ടെത്തിയത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ സ്ഥലത്തെ സ്കിൻവാക്കർ റാഞ്ച് എന്ന് വിളിക്കുന്നു. നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും പലയിടങ്ങളിലും ഈ പ്രേതരൂപം അല്ലെങ്കിൽ സ്കിൻവാക്കറിൻ്റെ രൂപം അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പ്രേതത്തെ കണ്ടു അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു ജീവിയെ കണ്ടു എന്ന ടൈറ്റിലിൽ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവാം. അതെല്ലാം ഈ സ്കിൻവാക്കർ റാഞ്ച് എന്ന സ്ഥലത്തെ യഥാർത്ഥ സ്റ്റോറിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. ശാസ്ത്രജ്ഞരെ പോലും ഞെട്ടിപ്പിച്ച ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം. ഒരു കുടുംബം യൂട്ടായിൽ ഒരു റാഞ്ച് വാങ്ങി. അവർ താമസം മാറിയതിനു ശേഷം അവർ വിചിത്രമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. അവരുടെ പശുക്കൾ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പരിക്കേറ്റു. അവർ കാടിനടുത്ത് വിചിത്ര ജീവികളെ കണ്ടു. ആകാശത്ത് വെളിച്ചങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കാര്യങ്ങൾ കൂടുതൽ വിചിത്രമായി കൊണ്ടിരുന്നു. അതിനാൽ അവർ അവരുടെ കഥ വാർത്താമാധ്യമങ്ങളുമായി പങ്കിട്ടു. പാരാനോർമൽ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോടീശ്വരൻ വാർത്ത കണ്ടു. അദ്ദേഹം റാഞ്ച് വാങ്ങി. സത്യം കണ്ടെത്താൻ ശാസ്ത്രജ്ഞരുടെ ഒരു മുഴുവൻ സംഘത്തെയും കൊണ്ടുവന്നു. എല്ലാം സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് അവർ 10 വർഷം അവിടെ താമസിച്ചു. ഒടുവിൽ അവർ സ്ഥിരീകരിച്ചു, വളരെ വിചിത്രമായ എന്തോ ഒന്ന് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന്. അവരുടെ സ്ഥിരീകരണത്തിന് കാരണമായ സംഭവങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. അവയവങ്ങൾ നഷ്ടമായതായി പോലും ഈ കഥ സൂചിപ്പിക്കുന്നു. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? പൂർണ്ണ കഥയിലേക്ക് നമുക്ക് കടക്കാം. സുഹൃത്തുക്കളെ, യൂട്ടായുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് 500 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വലിയ മരുഭൂമിയുണ്ട്. ആ ഭൂമിയുടെ നടുവിൽ ഒരു റാഞ്ച് ഉണ്ട്. ഇപ്പോൾ അത് സ്കിൻവാക്കർ റാഞ്ച് എന്നറിയപ്പെടുന്നു. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. പക്ഷേ ആ ദേശത്തിന് ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. വളരെ കാലം മുമ്പ് 2 തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളായ നവാജോയും ഊട്ടയും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. മറ്റ് തദ്ദേശീയ അമേരിക്കക്കാരെ പിടികൂടാനും അവരെ അടിമകളായി വിൽക്കാനും ഊട്ട സഹായിച്ചിരുന്നു. അങ്ങനെ നവാജോകൾ അവരുടെ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരായി. എന്നാൽ അവർ പോകുന്നതിന് മുമ്പ് അവർ അതിന്മേൽ ശക്തമായ ഒരു ശാപം ചുമത്തിയതായി പറയപ്പെടുന്നു. ആ ശാപത്തെ സ്കിൻവാക്കർ ശാപം എന്നാണ് വിളിച്ചിരുന്നത്. നവാജോ ഇതിഹാസം അനുസരിച്ച് ഈ ശാപം സ്കിൻവാക്കർമാർ എന്നറിയപ്പെടുന്ന ദുഷ്ടമന്ത്രവാദിനികളെ സൂചിപ്പിക്കുന്നു. ഈ മന്ത്രവാദിനികൾക്ക് ചെന്നായ്ക്കൾ, കുറുക്കന്മാർ പോലുള്ള മൃഗങ്ങളായി മാറാൻ കഴിയും എന്നാണ് വിശ്വാസം. ശപിക്കപ്പെട്ട ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനും ആക്രമിക്കാനും അവർ തങ്ങളുടെ ഈ ശക്തികൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ ശപിക്കപ്പെട്ട പ്രദേശത്തിൻ്റെ മുകളിലാണ് റാഞ്ച് നിർമ്മിച്ചത്. ആദ്യം ശാപത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ആളുകൾ വിചിത്രമായ മൃഗങ്ങൾ പ്രകൃതി വിരുദ്ധമായി പെരുമാറുന്നത് കാണാൻ തുടങ്ങി. അപ്പോഴാണ് അവർ നവാജോ ഇതിഹാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. അന്നുമുതൽ എല്ലാവരും അതിനെ സ്കിൻവാക്കർ റാഞ്ച് എന്ന് വിളിച്ചു. 1994 ടെറി, ഗ്വൻ ഷെർമാൻ എന്നീ ദമ്പതികൾ ആ റാഞ്ച് വാങ്ങാനിടയായി. വർഷങ്ങളായി അത് ശൂന്യമായി കിടക്കുകയായിരുന്നു. അതിനാൽ അവർക്ക് അത് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചു. കന്നുകാലി കർഷകർ എന്ന നിലയിൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു. മൃഗങ്ങളെ വളർത്താൻ ഭൂമി അനുയോജ്യമായിരുന്നു. എന്നാൽ ആ ദിവസം മുതൽ തന്നെ അവർ വിചിത്രമായ കാര്യങ്ങൾ കണ്ടു തുടങ്ങി. വീടിൻ്റെ ഭിത്തികളിൽ പുല്ല് പടർന്നിരുന്നു. വീടിന് അല്പം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിലും അപരിചിതമായ ഒന്ന്, എല്ലാ ജനാലകൾക്കും പൂട്ടുകളുണ്ടായിരുന്നു. എല്ലാ വാതിലുകൾക്കും, വീടിനുള്ളിലെ എല്ലാ വസ്തുക്കൾക്കും പൂട്ടുകളുണ്ടായിരുന്നു. വാതിലുകൾക്ക് പുറത്ത് വലിയ തൂണുകളായി ബന്ധിപ്പിച്ചിരിക്കുന്ന കട്ടിയുള്ള ലോഹ ചങ്ങലകൾ ഉണ്ടായിരുന്നു. കാവൽ നായ്ക്കളെ അവിടെ കെട്ടിയിട്ടിരുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവ. ഇതെല്ലാം കാണുമ്പോൾ മിക്കവർക്കും പേടി തോന്നും. പക്ഷേ ഷെർമാൻ കുടുംബം ആവേശഭരിതരായിരുന്നു. അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. ആ സ്ഥലം പട്ടണത്തിൽ നിന്ന് വളരെ അകലെ ആയതിനാൽ പഴയ ഉടമകൾ ശ്രദ്ധാലുക്കളായിരുന്നിരിക്കാം എന്നവർ കരുതി. അവർ താമസം മാറിയ ദിവസം അവരുടെ കുടുംബം വീട്ടു സാധനങ്ങൾ ട്രക്കിൽ നിന്ന് ഇറക്കുകയായിരുന്നു. വീട് റാഞ്ചിന്റെ മധ്യത്തിലായിരുന്നു. അവർ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ടെറി ദൂരെയുള്ള ഒരു മരക്കൂട്ടത്തിലേക്ക് നോക്കി. അയാൾ വിചിത്രമായ എന്തോ അവിടെ കണ്ടു. വളരെ വലിയ ഒരു ചെന്നായ അവരുടെ നേരെ പതുക്കെ നടന്നു വരുന്നു. അത് വളരെ അകലെയായിരുന്നു. അതിനാൽ ആദ്യം അത് അപകടകരമാണെന്ന് ടെറിക്ക് തോന്നിയില്ല.
അവരുടെ വിശ്വാസപ്രകാരം സ്കിൻ വാക്കറിനെ ടെറി ആദ്യമായി കണ്ട നിമിഷം അതായിരുന്നു. എന്നാൽ ഇത് സ്കിൻ വാക്കർ റാഞ്ചിലെ ഒരു നീണ്ട വിചിത്രമായ അനുഭവത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. ടെറിയും കുടുംബവും നാട്ടിൻ പുറങ്ങളിൽ താമസിച്ച് ശീലമുള്ളവരായിരുന്നു. ചെന്നായ്ക്കൾ പോലുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ അവർ തോക്കുകൾ കൈവശം വെച്ചിരുന്നു. അതിനാൽ ഒരു ചെന്നായ അവരുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരായില്ല. ടെറി ശാന്തമായി തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നോക്കൂ, ഒരു ചെന്നായ ഈ വഴി നടക്കുന്നുണ്ട്. എല്ലാവരും ട്രക്കിനടുത്ത് നിന്ന് ചെന്നായയെ നിരീക്ഷിച്ചു. ചെന്നായ നീങ്ങുന്നത് ടെറി ശ്രദ്ധിച്ചു. അതൊരു വളഞ്ഞു പുളഞ്ഞ പാതയിലൂടെ പതുക്കെ നടക്കുകയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ അത് ചെറുതായി കാണപ്പെട്ടു. പക്ഷേ ഒരു വേലിക്കടുത്തെത്തിയപ്പോൾ ചെന്നായ്ക്ക് 6 അടി നീളമുണ്ടെന്ന് ടെറി മനസ്സിലാക്കി. അയാൾ ഞെട്ടിപ്പോയി. താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചെന്നായയായിരുന്നു അത്. പക്ഷേ ചെന്നായ അപകടകാരിയായി പെരുമാറിയില്ല. അത് ഒരു വളർത്തുമൃഗത്തെ പോലെയെന്ന പോലെ ശാന്തമായി കാണപ്പെട്ടു. അത് അതിൻ്റെ വാലാട്ടി പതുക്കെ അടുത്തേക്ക് വന്നു. അത് വലുതായിരുന്നെങ്കിലും കുടുംബാംഗങ്ങളിൽ ആർക്കും ഭയം തോന്നിയില്ല. അവർ നിശ്ചലമായി അതിനെ നോക്കി നിശബ്ദമായി നിൽക്കുകയായിരുന്നു. ആരും ചെന്നായയെ കണ്ട് ഓടാനോ തടയാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്കറിയില്ലെന്നും അവർ ഒരുതരം മന്ത്രവാദത്തിൽ അകപ്പെട്ടതുപോലെ ആയിരുന്നു ആ സാഹചര്യമെന്നും ടെറി പിന്നീട് പറഞ്ഞു. ചെന്നായ നേരെ ടെറിയുടെ അടുത്തേക്ക് നടന്നു. ഒന്നും ആലോചിക്കാതെ ടെറി കൈനീട്ടി അതിനെ തലയ്ക്ക് നേരെ ലാളിക്കാൻ തുടങ്ങി. ചെന്നായ ഒരു സൗഹൃദ നായയെ പോലെ പെരുമാറി. പിന്നെ മുന്നറിയിപ്പില്ലാതെ അത് തിരിഞ്ഞ് അടുത്തുള്ള ഒരു കൂട്ടിലേക്ക് നടന്നു. അതിൽ പശുക്കളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പശുക്കിടാക്കളിൽ ഒന്നിൻ്റെ തല വേലിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്നായ അത് കണ്ടു. മുന്നോട്ട് ചാടി പശുക്കിടാവിൻ്റെ തല വായിൽ പിടിച്ചു. അത് പശുക്കിടാവിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ വേലി വളരെ ശക്തമായിരുന്നു. പെട്ടെന്ന് കുടുംബം മരവിച്ച അവസ്ഥയിൽ നിന്ന് ഞെട്ടി. ടെറി പെട്ടെന്ന് തോക്ക് പുറത്തെടുത്ത് ചെന്നായയെ വെടിവെച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വെടിയുണ്ടകൾ അതിനെ ഒരു തരത്തിലും വേദനിപ്പിച്ചില്ല. അവർ ഓടിച്ചെന്ന് പശുക്കിടാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് കോടാലിയുടെ പിൻഭാഗം കൊണ്ട് ചെന്നായയെ അടിച്ചു. എന്നിട്ടും ചെന്നായ വിട്ടില്ല. അത് അവരെ ആക്രമിച്ചില്ല. അത് പശുക്കിടാവിനെ ആക്രമിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ചെന്നായ കീഴടങ്ങി. പശുക്കിടാവിനെ ഉപേക്ഷിച്ച് നടക്കാൻ തുടങ്ങി. ടെറി തന്റെ ശക്തമായ തോക്ക് പിടിച്ച് വീണ്ടും വെടിവെച്ചു. പക്ഷെ ചെന്നായക്ക് പരിക്കില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ അത് തിരിഞ്ഞു നോക്കി ശാന്തമായി കാട്ടിലേക്ക് നടന്നു. അത് പോയതിനു ശേഷം കുടുംബം ആ പ്രദേശത്ത് വളരെ ദുർഗന്ധമുള്ളതായി ശ്രദ്ധിച്ചു. അത് ചീഞ്ഞളിഞ്ഞതോ ശക്തമായ രാസവസ്തുക്കളുടെയോ ഗന്ധം പോലെയായിരുന്നു. ടെറിയും മകനും ചെന്നായയുടെ പാത പിന്തുടരാൻ തീരുമാനിച്ചു. അത് തങ്ങളുടെ കന്നുകാലികൾക്ക് അപകടകരമാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അതിനെ കാട്ടിലേക്ക് പിന്തുടർന്നു. ചെളി നിറഞ്ഞ പ്രദേശത്ത് അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. പക്ഷെ പിന്നീട് കാൽപ്പാടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. രക്തമോ കാൽപ്പാടുകളോ ചെന്നായ എവിടേക്കാണ് പോയതെന്നോ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അത് അപ്രത്യക്ഷമായി. അവർ വീട്ടിലേക്ക് മടങ്ങി മറ്റുള്ളവരോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. റാഞ്ചിലെ അവരുടെ ആദ്യ ദിവസം മാത്രമായിരുന്നു അത്. അവർക്ക് ഇതിനകം തന്നെ പരിഭ്രാന്തി തോന്നി. ചെന്നായയുടെ വലിപ്പം, അതിൻ്റെ വിചിത്രമായ പെരുമാറ്റം, അതിന് ഒട്ടും പരിക്കേൽക്കാത്ത രീതി, ഇതെല്ലാം അസ്വാഭാവികമായി തോന്നി. എന്നിരുന്നാലും കുടുംബം അതിനെ ഒരു സാധാരണ പ്രശ്നമായി കണക്കാക്കാൻ ശ്രമിച്ചു. അതേസമയം ടെറിയുടെ ഭാര്യ വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ചെന്നായയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല എന്ന് അവൾ കരുതിയിരുന്നു. ഒരു ദിവസം അവൾ പലചരക്ക് ഷോപ്പിങ്ങിന് പോയി. തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാ പലചരക്ക് സാധനങ്ങളും ഷോപ്പിംഗ് ബാഗുകളിൽ നിന്ന് മാറ്റിവെച്ചു. പിന്നെ അവൾ മറ്റൊരു മുറിയിലേക്ക് പോയി. പക്ഷെ അവൾ തിരിച്ചെത്തിയപ്പോൾ എല്ലാ പലചരക്ക് സാധനങ്ങളും ഷോപ്പിംഗ് ബാഗുകൾക്കുള്ളിലായിരുന്നു. അവൾ അവ യഥാർത്ഥത്തിൽ മാറ്റിവെച്ചോ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആശയക്കുഴപ്പത്തിലായി ഇരുന്നു. അതേ ദിവസം തന്നെ തുവാലയുമായി അവൾ കുളിക്കാൻ പോയി. ഗ്വെൻ പതിവ് പോലെ കുളിക്കുകയായിരുന്നു. പക്ഷേ കുളിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ടവൽ കാണാതായി. പിന്നീട് നഷ്ടപ്പെട്ട ടവൽ കുളിമുറിയിൽ നിന്ന് അകലെയുള്ള ഒരു ക്ലോസറ്റിൽ തൂങ്ങിക്കിടക്കുന്നതായി അവൾ കണ്ടെത്തി. ഇതും അവളുടെ പലചരക്ക് സാധനങ്ങൾ വീണ്ടും ഷോപ്പിംഗ് ബാഗിലായ നിമിഷവും അവൾ ഓർത്തു. അവൾക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് അവളെ ചിന്തിപ്പിച്ചു. അവൾ കാര്യങ്ങൾ മറന്നു പോവുകയായിരുന്നോ? അവൾക്ക് അസുഖമാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഭർത്താവ് ടെറിക്കും വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കുന്നതുവരെ അവൾ അത് സ്വയം സൂക്ഷിച്ചു. കാരണം അത് അവളുടെ മറവിയോ തോന്നലോ ആണെങ്കിലോ. തുടർന്നുള്ള ഒരു ദിവസം ടെറി പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഒരു പുതിയ വേലിക്ക് കുഴികൾ കുഴിച്ചു. ഏകദേശം 70 പൗണ്ട് ഭാരമുള്ള ഒരു ഉപകരണം അതിനുവേണ്ടി അയാൾ ഉപയോഗിച്ചു. നിരവധി കുഴികൾ കുഴിച്ച ശേഷം അയാൾ ഉപകരണം ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് ഒരു ചെറിയ ഇടവേളയ്ക്കായി അകത്തേക്ക് പോയി. തിരിച്ചെത്തിയപ്പോൾ ഉപകരണം അപ്രത്യക്ഷമായി. ഭാര്യയോടും കുട്ടികളോടും അവർ അത് എടുത്തോ എന്ന് ചോദിച്ചു. പക്ഷെ ആരും അത് എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അത് അപ്രത്യക്ഷമായി? ഒരാഴ്ച കഴിഞ്ഞ് ടെറി ആ സ്ഥലത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കാണാതായ ഉപകരണം അയാൾ കണ്ടത്. അത് ഉപേക്ഷിച്ചിടത്തു നിന്ന് ഏകദേശം 70 അടി ഉയരമുള്ള ഒരു മരത്തിലായിരുന്നു.
അയാൾ ആ സംഭവം വീട്ടുകാരോട് പറഞ്ഞു. അപ്പോഴാണ് ഗ്വെൻ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പങ്കുവെച്ചത്. അവർക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. വീട് പട്ടണത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അത് സുരക്ഷിതമല്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. തൊട്ടടുത്ത ദിവസം ടെറി ഒരു ഭാഗത്ത് വിചിത്രമായ ലൈറ്റുകൾ കാണാൻ തുടങ്ങി. ആദ്യം തെറ്റായ വഴിത്തിരിവെടുത്ത കാറുകളാണെന്ന് അയാൾ കരുതി. പക്ഷേ ലൈറ്റുകൾ വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ആളുകൾ തന്റെ ഭൂമിയിൽ നിയമവിരുദ്ധമായി വേട്ടയാടുന്നുണ്ടാകാമെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. പിന്നീട് ഒരു രാത്രി അയാൾ വീണ്ടും ലൈറ്റുകൾ കണ്ടു. ഇത്തവണ അയാൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. ആരെയെങ്കിലും പിടികൂടാമെന്ന് പ്രതീക്ഷിച്ച് അയാൾ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ അയാൾ അടുത്തെത്തിയപ്പോൾ വിചിത്രമായ എന്തോ ഒന്ന് അയാൾ ശ്രദ്ധിക്കുന്നു. ശബ്ദമില്ല. അതൊരു ട്രക്ക് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വാഹനം ഏത് തന്നെ ആയാലും ശബ്ദമുണ്ടായേനെ. പിന്നെ ലൈറ്റുകൾ പതുക്കെ അവനിൽ നിന്ന് അകന്ന് ആകാശത്തേക്ക് പൊങ്ങി. ശബ്ദമില്ലാതെ അപ്രത്യക്ഷമായി. ശരിക്കും എന്തായിരിക്കും അദ്ദേഹം കണ്ടിരിക്കുക? പിന്നീട് ശൈത്യകാലത്ത് അദ്ദേഹത്തിന്റെ പശുക്കളിൽ ഒന്ന് അപ്രത്യക്ഷമായി. അയാൾ ആ സ്ഥലം മുഴുവൻ തിരഞ്ഞു, പക്ഷെ ഒന്നും കണ്ടെത്തിയില്ല. പരിശോധിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു സ്ഥലം കാടായിരുന്നു. മുമ്പ് ആ വലിയ ചെന്നായയെ കണ്ട അതേ സ്ഥലം. പശുവിനെ സംബന്ധിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. ശൈത്യകാലത്ത് തന്നെ വീണ്ടും 4 മൃഗങ്ങൾ കൂടി അതേ രീതിയിൽ അപ്രത്യക്ഷമായി. ടെറി കൂടുതൽ പരിഭ്രാന്തനായി. രാത്രിയിൽ ഉത്തരങ്ങൾ കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം തോക്കുമായി ഭൂമിയിൽ പെട്രോളിംഗ് നടത്തുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ കാട്ടിൽ വിചിത്രമായ എന്തോ ഒന്ന് അയാൾ ശ്രദ്ധിച്ചു. നിലത്തുനിന്ന് ഏകദേശം 20 അടി ഉയരത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തോ ഒരു വസ്തു അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഒരു ചെറിയ ജെറ്റ് അല്ലെങ്കിൽ ഡ്രോൺ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വസ്തു. പക്ഷെ പൂർണ്ണമായും നിശബ്ദമായിരുന്നു. സ്കാൻ ചെയ്യുന്നത് പോലെ നിലത്തുകൂടി നീങ്ങുന്ന വർണ്ണാഭമായ ലൈറ്റുകൾ അതിനുണ്ടായിരുന്നു. ടെറി അല്പം അടുത്തേക്ക് നീങ്ങി. കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം വന്നു. വസ്തു പെട്ടെന്ന് നിന്നു. അതിൻ്റെ ലൈറ്റുകൾ അണഞ്ഞു. ഇരുട്ടിലൂടെ അത് അവൻ്റെ നേരെ തിരിഞ്ഞു. ടെറി പൂർണ്ണമായും നിശ്ചലനായി, ഭയന്ന് വിറച്ച്. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വസ്തു തിരിച്ചു പറന്നുപോയി. 1995 വസന്തകാലത്തോടെ കുടുംബം ആ സ്ഥലത്ത് തുടരാൻ ഭയപ്പെട്ടു. വളരെയധികം വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ അവർക്ക് അപ്പോഴും ഉത്തരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. തുടർന്നും വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു. ചില പശുക്കളെ കാണാതായി. പിന്നീട് അവ തിരിച്ചെത്തി. പക്ഷെ ഈ പ്രാവശ്യം പശുവിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ചില അവയവങ്ങൾ കാണാനില്ല. ആരോ ശസ്ത്രക്രിയ നടത്തിയതുപോലെ തോന്നി. രാത്രിയിൽ കുടുംബം പുറത്ത് വിചിത്രമായ രൂപങ്ങൾ കണ്ടു തുടങ്ങി. അവ മനുഷ്യരെ പോലെ കാണപ്പെട്ടു. പക്ഷെ മുഖങ്ങളൊന്നുമില്ല. ഈ രൂപങ്ങൾ ജനാലകൾക്ക് സമീപം വന്ന് അകത്തേക്ക് നോക്കി. ടെറിയും കുടുംബവും ഭയന്നു. അവർ എല്ലാ വാതിലുകളും ജനാലുകളും പൂട്ടി. എന്നിട്ടും അവർ മുട്ടുന്ന ശബ്ദങ്ങളും വിചിത്രമായ ശബ്ദങ്ങളും കേട്ടു. ഈ കാരണത്താൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ടെറിയുടെ കുട്ടികളുടെ പഠനം മോശമായി തുടങ്ങി. ഭാര്യ ഗ്വെന്നിന് ജോലി നഷ്ടപ്പെട്ടു. എല്ലാവരും ക്ഷീണിതരും ഭയന്നിരുന്നു. നിഗൂഢത പരിഹരിക്കാൻ ഒരു രാത്രി ടെറി തൻ്റെ റൈഫിളുമായി പൂമുഖത്തിരുന്നു. അകലെ ഒരു ഓറഞ്ച് ലൈറ്റ് അയാൾ കാണുന്നു. അയാൾ തൻ്റെ സ്കോപ്പിലൂടെ നോക്കി. അത് വെറുമൊരു വെളിച്ചമായിരുന്നില്ല. അതൊരു വാതിൽ പോലെയായിരുന്നു. അതിനുള്ളിൽ അയാൾ നീലാകാശം കണ്ടു. മറ്റൊരു ലോകത്തിലെ പകൽ വെളിച്ചം പോലെ. അപ്പോൾ ഒരു കറുത്ത ജീവി പോർട്ടലിൽ നിന്ന് പുറത്തു വന്നു. അത് നിലത്ത് ഇഴഞ്ഞു. കൂടുതൽ ജീവികൾ പിന്നാലെ ഓടി മരങ്ങളിലേക്ക് കയറി. ടെറി ഞെട്ടിപ്പോയി. ഇതിനുശേഷം ഫാമിൽ നീലഗോളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവയായിരുന്നു ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ. അവർ അടുത്തെത്തിയപ്പോൾ കുടുംബത്തിന് കടുത്ത ഭയവും ഉത്കണ്ഠയും തോന്നി. ഒരു രാത്രിയിൽ ടെറി വീണ്ടും ഒരു നീലഗോളം കണ്ടു. അദ്ദേഹത്തിൻ്റെ 3 നായ്ക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവർ കുരച്ചുകൊണ്ട് ഗോളത്തിന്റെ അടുത്തേക്ക് കാട്ടിലേക്ക് ഓടി. നായ്ക്കൾ അതിനെ ഭയപ്പെടുത്തുമെന്ന് ടെറി പ്രതീക്ഷിച്ചു. എന്നാൽ താമസിയാതെ നായ്ക്കൾ വേദന കൊണ്ട് കരയുന്നത് അദ്ദേഹം കേട്ടു. പിന്നെ നിശബ്ദത. കാട്ടിലേക്ക് പോകാൻ ടെറിക്ക് ഭയമായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാളും മകനും അവിടെ ചെന്ന് നോക്കി. നിലത്ത് 3 കത്തിയ പാടുകൾ അവർ കണ്ടെത്തി. ഓരോ സ്ഥലത്തും ചാരമുണ്ടായിരുന്നു. നായ്ക്കൾ കത്തി നശിച്ചു കിടക്കുന്നു. ഇനി അവിടെ തുടരാൻ ടെറിക്ക് കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് ഭയമുള്ള ജീവിതമായിരുന്നു. ഫാം വിൽപ്പനയ്ക്ക് വെച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം വാർത്തയാക്കി. റോബർട്ട് ബിഗലോ എന്ന ധനികൻ വാർത്ത കണ്ടു. അദ്ദേഹം പാരാനോർമൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഫാം വാങ്ങി. വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ശാസ്ത്രജ്ഞരെ അയച്ചു. എന്നാൽ നിഗൂഢത അവസാനിച്ചില്ല. റാഞ്ചിനെക്കുറിച്ച് ടെറിക്കും ആശയക്കുഴപ്പം തോന്നി. പോകാൻ തയ്യാറായിരുന്നെങ്കിലും അവിടെ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അപ്പോഴും വളരെ ജിജ്ഞാസയുണ്ടായിരുന്നു. റോബർട്ട് ബിഗലോ റാഞ്ച് വാങ്ങിയപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസ്കവറി സയൻസിൽ, അതായത് NIDS നിന്നുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘത്തെ അദ്ദേഹം കൊണ്ടുവന്നു. ഈ ശാസ്ത്രജ്ഞർക്ക് സംശയമുണ്ടായിരുന്നു.
അസാധാരണമായി എന്തെങ്കിലും വിശ്വസിക്കുന്നതിനു മുമ്പ് ശക്തമായ തെളിവുകൾ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. റാഞ്ച് വിറ്റതിന് ശേഷവും കൂടുതൽ അറിയാൻ ടെറി റാഞ്ച് മാനേജറായി തുടരാൻ തീരുമാനിച്ചു. റാഞ്ചിലെ എല്ലാം പരീക്ഷിച്ചുകൊണ്ട് NIDS ടീം ആരംഭിച്ചു. അവർ വായു, വെള്ളം, മണ്ണ് എന്നിവ പരിശോധിച്ചു. ടെറി കുടുംബത്തിൻ്റെ പെരുമാറ്റവും അവർ പഠിക്കുകയും അയൽക്കാരുമായി സംസാരിക്കുകയും ചെയ്തു. ആദ്യ വർഷത്തിൽ നാടകീയമായ ഒന്നും സംഭവിച്ചില്ല. ആകാശത്ത് വിചിത്രമായ വെളിച്ചങ്ങൾ പ്രത്യക്ഷപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ടെറിയും പങ്കാളിയായ ഗ്വെന്നും നവജാത പശുക്കിടാക്കളെ ടാഗ് ചെയ്യുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചു. അവർ ഒരു കാളക്കുട്ടിയിൽ ഒരു മഞ്ഞ ടാഗ് സ്ഥാപിച്ച് അവരുടെ ജോലി തുടർന്നു. ഏകദേശം 40 മിനിറ്റിന് ശേഷം അവരുടെ നായ പെട്ടെന്ന് മുരളാൻ തുടങ്ങി. അവർ ടാഗ് ചെയ്ത പശുക്കിടാവ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഓടി. ടെറിയും ഗന്നും തിരികെ പോയപ്പോൾ പശുക്കുട്ടിയുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടതായി അവർ കണ്ടെത്തി. മൃഗത്തെ വളരെ വൃത്തിയായി മുറിച്ചിരുന്നു. തലയും കാലുകളും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവിടെ രക്തം പോലും ഉണ്ടായിരുന്നില്ല. സംഘം പെട്ടെന്ന് സംഭവസ്ഥലം പരിശോധിക്കാനെത്തി. ഒരു ശസ്ത്രക്രിയ വിദഗ്ധൻ ജോലി ചെയ്തതുപോലെ മുറിവുകൾ വൃത്തിയായി കാണപ്പെട്ടതായി അവരുടെ വെറ്റിനറി ഡോക്ടർ പറഞ്ഞു. ഒരു പ്രകൃതിദത്ത മൃഗ ആക്രമണത്തിനും അവർ കണ്ടത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനുശേഷം മുഴുവൻ റാഞ്ചും ശ്രദ്ധാപൂർവം തിരഞ്ഞു. നിരീക്ഷണ കാവൽ നായ്ക്കൾ വളരെ ഭയന്നുപോയി. അവർ അവരുടെ കൂടുകളിൽ തന്നെ നിന്നു. എല്ലാവരും മരങ്ങളിലേക്ക് നോക്കി. തുടർന്ന് ടെറി ഒരു മരത്തിലേക്ക് വിരൽ ചൂണ്ടി. മരത്തിൽ ഭാഗികമായി ചെന്നായയും ഭാഗികമായി മനുഷ്യനുമായി തോന്നുന്ന ഒരു വലിയ ജീവിയെ അവർ കണ്ടു. ടെറി തൻ്റെ റൈഫിൾ എടുത്ത് വെടിവെച്ചു. ആ ജീവി വീണില്ല. അത് കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. ആഴത്തിലുള്ള നഖ അടയാളങ്ങളുള്ള വലിയ കാൽപ്പാടുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ശക്തമായ ചീഞ്ഞ ദുർഗന്ധം വമിച്ചു. എന്നിരുന്നാലും അവർക്ക് നിഗൂഢ ജീവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ഒരു മാസത്തേക്ക് അവർ തിരച്ചിൽ തുടർന്നു. കാവൽ നായ്ക്കൾ അകത്ത് തന്നെ തുടർന്നു. പുറത്തേക്ക് വരാൻ അവയ്ക്ക് ഭയമായിരുന്നു. റാഞ്ചിന്റെ രഹസ്യം പരിഹരിക്കപ്പെടാതെ തുടർന്നു. ടെറിയും ഗന്നും റാഞ്ചിലെ പതിവ് ജോലികളിലേക്ക് തിരിച്ചുപോയി. വേലി നന്നാക്കൽ, മൃഗങ്ങളെ പരിശോധിക്കൽ, ദൈനംദിന ജോലികൾ ചെയ്തു തുടങ്ങി. ഒരു ദിവസം അവരുടെ ഏറ്റവും വിലയേറിയ 4 കാളകളെ സൂക്ഷിക്കുന്ന ഒരു തൊഴുത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം സാധാരണമായിരുന്നു. കാളകൾ ചുറ്റുമതിലിനുള്ളിൽ ശാന്തമായിരുന്നു. ഗേറ്റ് പൂട്ടിയിരുന്നു. അവർ റാഞ്ചിന്റെ മറ്റൊരു ഭാഗത്തേക്ക് തുടർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ വിചിത്രമായ എന്തോ വീണ്ടും സംഭവിക്കുന്നു. കാളകളെ കാണാനില്ല. ഗേറ്റ് ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. മൃഗങ്ങൾ രക്ഷപ്പെട്ടതോ കൊണ്ടുപോയതോ ആയതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. അവ അപ്രത്യക്ഷമായ മട്ടിൽ കാണാതായി. തൊഴുത്തിന് സമീപം വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു വലിയ ട്രെയിലർ ഉണ്ടായിരുന്നു. അത് കമ്പി ഉപയോഗിച്ച് അടച്ചിരുന്നു. ചിലന്തി വലകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ടെറി നടന്നു വന്ന് അതിൻ്റെ ഒരു ചെറിയ ജനാലയിലൂടെ നോക്കി. അവൻ കണ്ടത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചെറിയ ട്രെയിലറിനുള്ളിൽ 4 കാളകളും ഒരുമിച്ച് ഇറുകിയ നിലയിൽ അകത്തുണ്ടായിരുന്നു. അവർ ഉറങ്ങുകയാണെന്നോ മയക്കത്തിലാണെന്നോ പോലെ ശാന്തമായി കാണപ്പെട്ടു. അതിലർത്ഥമില്ല. ഒരു കാളയ്ക്ക് പോലും പോകാൻ കഴിയാത്തത്ര ചെറുതായിരുന്നു ട്രെയിലർ. വാതിൽ തുറന്നിരുന്നില്ല. കേടുപാടുകളില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. പക്ഷെ കാളകൾ എങ്ങനെ അകത്തു വന്നു? ടെറി ഉച്ചത്തിൽ ഭാര്യ ഗ്വെന്നെ വിളിച്ചപ്പോൾ കാളകൾ പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ഉണർന്ന് പരിഭ്രാന്തരാകാനും ചവിട്ടാനും രക്ഷപ്പെടാനും ശ്രമിക്കാൻ തുടങ്ങി. കാളകളെ ശാന്തരാക്കാനും അവയെ കൂട്ടിലടയ്ക്കാനും മണിക്കൂറുകളെടുത്തു. പക്ഷെ വലിയ ചോദ്യം അവശേഷിച്ചു. വാതിൽ തുറക്കാതെ കാളകൾ എങ്ങനെയാണ് ട്രെയിലറിൽ കയറിയത്? ആർക്കും അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് റാഞ്ചിലെ വിചിത്ര സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞർ അന്വേഷിക്കാനെത്തി. തൊഴുത്തിനടുത്തുള്ള ലോഹവേലിയുടെ ഒരു ഭാഗം കാന്തികമാക്കിയതായി അവർ കണ്ടെത്തി. അത് അസാധാരണവും വിശദീകരിക്കാനാകാത്തതുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ 2 ഗവേഷകർ വസ്തുവിന്റെ അരികിലൂടെ നടക്കുമ്പോൾ വായുവിൽ ശക്തമായ ഒരു ലോഹഗന്ധം. രക്തത്തിനും തുരുമ്പിനും സമാനമായ ഒന്ന് അവർ രണ്ടുപേരും ശ്രദ്ധിച്ചു. അതേസമയം അവരുടെ കോമ്പസ് ശരിയായി പ്രവർത്തിക്കുന്നില്ല. വടക്കോട്ട് ചൂണ്ടുന്നതിന് പകരം കോമ്പസ് ഗന്ധത്തിന്റെ ദിശയിലേക്ക് വിരൽ ചൂണ്ടി. തങ്ങളെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ 2 ഗവേഷകർക്കും തോന്നി. പിന്നെ പെട്ടെന്ന് ഗന്ധം അപ്രത്യക്ഷമായി. അവരുടെ കോമ്പസ് സാധാരണ നിലയിലായി. എന്നാൽ സുഹൃത്തുക്കളെ, ഏറ്റവും ഭയാനകമായ സംഭവം നടന്നത് 1997 അവസാനത്തിൽ ഒരു രാത്രിയിലാണ്. 2 ഗവേഷകർ ഒരു കുന്നിൻ മുകളിൽ നിന്ന് റാഞ്ച് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കെട്ടിടത്തിന് സമീപം തിളങ്ങുന്ന ഓറഞ്ച് വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നത് അവർ ശ്രദ്ധിച്ചു. അവരിൽ ഒരാൾ നൈറ്റ് വിഷൻ ഗ്ലാസുകൾ ഉപയോഗിച്ച് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തോ ഒന്ന് അവർ കാണുന്നു. തിളങ്ങുന്ന വെളിച്ചത്തിൽ നിന്ന് കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു രൂപം മറ്റൊരു ലോകത്തിൽ നിന്ന് വരുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്നത് അവർ കണ്ടു. പിന്നെ ആ ജീവി നേരെ ഗവേഷകർ ഒളിച്ചിരുന്ന കുന്നിലേക്ക് ഓടാൻ തുടങ്ങി. പാറകളിലൂടെ ഓടുന്നതിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കാനും വായുവിൽ അതേ ഭയാനകമായ ലോഹഗന്ധം മണക്കാനും അവർക്ക് കഴിഞ്ഞു. ഭയത്താൽ തളർന്നുപോയ അവർ ആ രൂപം അവരെ മറികടന്ന് ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു.
അതിനുശേഷം അവരുടെ പ്രവർത്തനം മങ്ങാൻ തുടങ്ങി. അടുത്ത വർഷമായപ്പോഴേക്കും കാഴ്ചകളും വിചിത്രമായ സംഭവങ്ങളും അപൂർവമായി. ഇടയ്ക്കിടെ കുറച്ച് ലൈറ്റുകൾ അപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മുമ്പത്തെ പോലെ ഒന്നുമില്ല. ഒടുവിൽ ഗവേഷണ സംഘം അവരുടെ ജോലി നിർത്തി റാഞ്ച് വിട്ടു. അവർ നിരവധി വിചിത്രമായ തെളിവുകൾ ശേഖരിച്ചു. വിചിത്രമായ ലൈറ്റുകൾ, നിഗൂഢമായ സാഹചര്യങ്ങളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ മൃഗങ്ങൾ, വിചിത്രമായ കാന്തിക ക്ഷേത്രങ്ങൾ, സാക്ഷികളുടെ സാക്ഷ്യങ്ങൾ, ഫോട്ടോകൾ. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തെളിയിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇന്നുവരെ ഉൾപ്പെട്ടിരിക്കുന്നവർ വിശ്വസിക്കുന്നത് തങ്ങൾ ബുദ്ധിപരമായ എന്തോ ഒന്നിനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്ന, ഒരിക്കലും ശക്തമായ തെളിവ് ലഭിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന ഒന്ന്. അതെന്തു തന്നെ ആയാലും തുടക്കം മുതൽ അവസാനം വരെ അത് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. NIDS ഗവേഷണ സംഘത്തിലെ അംഗങ്ങൾ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നുവരെ അവർ കണ്ടത് യഥാർത്ഥത്തിൽ അസാധാരണമാണെന്ന് അവർ വിശ്വസിക്കുന്നു. വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ കേസുകളിൽ ഒന്നായി പലരും ഇപ്പോഴും സ്കിൻ വാക്കർ റാഞ്ചിനെ കണക്കാക്കുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം വസ്തുതയോ ഫിക്ഷനോ അല്ലെങ്കിൽ അതിനിടയിൽ എവിടെയോ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ പങ്കിടാൻ മറക്കേണ്ട. വീഡിയോ അവസാനിപ്പിക്കുന്നു.